സാം. ഓ സോറി സർ, ഞാനൊന്ന് മയങ്ങിപ്പോയി. മിസ്റ്റർ സാം, ഇതൊരു മദ്യഷാപ്പല്ല. ഓ യാ, ഐ ആം സോറി. How dare you drink in front of your superior officers? സർ, ഐ തോട്ട് വി ഹാഡ് ആൻ അഗ്രിമെന്റ്. എന്റെ ശീലങ്ങൾ മാറ്റിവെച്ച് ഈ കേസ് അന്വേഷിക്കാൻ എനിക്ക് സാധിക്കില്ല. You വിനോദ്, leave it. അല്ല സർ. I said leave it. Tell me. സർ, ഈ കേസിൽ ഇതുവരെ ഉള്ളത് 3 വിക്ടിംസ് ആണ്. അതിൽ 2 പേര് കൊല്ലപ്പെട്ടതായി നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. ഇനിയുള്ളത് 2 ദിവസം മുമ്പ് തട്ടിക്കൊണ്ടുപോയ സർ, രമേശ്. യാ, രമേശ് എന്ന ചെറുപ്പക്കാരനാണ്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നാളെ രാവിലെ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് അയാളുടെ ബോഡി നമുക്ക് കിട്ടും. ഇത് പറയാനാണോ ഈ രാത്രി ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? ഇതൊക്കെ ഏത് പോലീസുകാരനും അറിയാവുന്ന കാര്യം. ആദ്യത്തെ 2 ചെറുപ്പക്കാരെ തട്ടിക്കൊണ്ടുപോയി 3-ാം ദിവസം അവരുടെ ബോഡി കണ്ടെത്തി. ഒരു അബ്നോർമൽ സീരിയൽ കില്ലർ ആണ് ഇതിന്റെ പിന്നിലെങ്കിൽ അയാൾ തീർച്ചയായും ഇതേ പാറ്റേൺ ഫോളോ ചെയ്തിരിക്കും. ഇറ്റ്സ് എ സിമ്പിൾ ലോജിക്. അത് ഹലോ അമ്മേ. പേടിക്കണ്ട, ഞാൻ IG ഓഫീസിലുണ്ട്. മോൻ കഴിക്കാൻ വരില്ലേ? അമ്മ കഴിച്ചിട്ട് കിടന്നു, ഞാൻ വരാൻ വൈകും. ശരി. ഈ ഫോട്ടോസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? രണ്ടാളെയും ഒരുപോലെ. അതല്ലാതെ മറ്റെന്തെങ്കിലും? ഇപ്പോഴോ? ഈ കേസിന് ക്രിസ്തുവിന്റെ കുരിശുമരണവുമായ ചില സാദൃശ്യങ്ങളുണ്ട്. ഒരു 3 ദിവസത്തെ കണക്ക്. ക്രിസ്തുവിനെ കുരിശിൽ തറച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇവിടെ വിക്ടിംസിനെ വെള്ളിയാഴ്ച തട്ടിക്കൊണ്ടുപോയി 3 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഞായറാഴ്ച, അവരുടെ ബോഡി കണ്ടെത്തുന്നു. തീർന്നില്ല. ഇനിയുള്ള സാദൃശ്യമാണ് ഈ കേസിലെ ഇമ്പോർട്ടൻ്റ് ആയ ടേണിംഗ് പോയിന്റ്. ആസ് പെർ ക്രിസ്ത്യാനിറ്റി, എന്തിനു വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്? മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി. ഗുഡ്. You mean? യാ. ഈ കില്ലറുടെ പ്രതികാരം മരിച്ചുപോയ ചെറുപ്പക്കാരോടല്ല, പിന്നെ അവരുടെ ഭാര്യമാരോടാണ്. ബട്ട് ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. ഭാര്യമാരോടാണ് ശത്രുതയെങ്കിൽ അവരെയല്ലേ കൊല്ലേണ്ടത്? Yeah, that's true. നിങ്ങളുടെ ആ സംശയത്തിനുള്ള ജീവിച്ചിരിക്കുന്ന ഉത്തരമാണ് സാർ ഞാൻ. ഐ എം എ ലിവിങ് എക്സാമ്പിൾ. എന്നോടുള്ള ശത്രുതയ്ക്ക് എന്തിനായിരുന്നു എൻ്റെ ഭാര്യയും മകളെയും? അതല്ലേ ഏറ്റവും വലിയ ശിക്ഷ. എനിവേ, ഭാര്യമാരാണ് കില്ലറുടെ ടാർഗറ്റ് എന്ന് കരുതാനുള്ള കാരണം ഇതാണ്. രക്തം വാർന്നു പോകാനുള്ള വെറും മുറിപ്പാടുകൾ മാത്രമല്ല ഇത്. ദീസ് ആർ അരാമിയ ലെറ്റേഴ്സ്. ജീസസ് ക്രൈസ്റ്റ് സംസാരിച്ചിരുന്ന ഭാഷ. ഇതിൽ ആദ്യത്തെ ബോഡിയിൽ കണ്ടത് ഇതാണ്. ഇതിൻ്റെ പരിഭാഷ പ്രോവർബ് 5:3 എന്നാണ്. എന്നുവെച്ചാൽ ബൈബിളിലെ സുക്തശേഖരങ്ങളായ സുഭാഷിതങ്ങൾ 5-ാം അധ്യായം 3-ാം വാക്യം. ഞാനത് വായിക്കാം. ദുശ്ചരിതയായ സ്ത്രീയുടെ അധരം തേൻ പൊഴിക്കുന്നു, അവളുടെ മൊഴികൾ തൈലത്തേക്കാൾ സ്നിഗ്ധമാണ്. എന്നാൽ ഒടുവിൽ അവൾ കാഞ്ഞിരം പോലെ കയ്പുള്ളവളും ഇരുതല വാൾ പോലെ മൂർച്ചയുള്ളവളുമായി തീരുന്നു. രണ്ടാമത്തേത് ജോബ് 39. ജോബിന്റെ പുസ്തകം 30-ാം അധ്യായം 9-ാം വാക്യം. ഇപ്പോൾ ഞാൻ അവർക്ക് പാട്ടും പഴമൊഴിയുമായി തീർന്നിരിക്കുന്നു, അവരെന്നെ വെറുക്കുകയും എന്നിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നു. ആദ്യത്തേത് കൊലയാളിക്ക് സ്ത്രീകളോടുള്ള വെറുപ്പാണ് കാണിക്കുന്നത്. രണ്ടാമത്തേത് മരിച്ചുപോയവരുടെ ഭാര്യമാരോട് ഒരുപക്ഷെ കൊലയാളിക്കുണ്ടായിരുന്ന അടുപ്പമാണ് സൂചിപ്പിക്കുന്നത്. ഇത് സത്യമാണെങ്കിൽ ആ സ്ത്രീകൾ വഴി നമുക്ക് കൊലയാളിയിലേക്ക് എത്താം. പ്ലീസ് അറേഞ്ച് എ മീറ്റിംഗ് വിത്ത് ദ വൈഫ്സ് ഓഫ് ദ വിക്ടിംസ്, സർ. It's done. Anthony. സർ.
ആൻഡ് വൺ മോർ തിങ് സർ, നമ്മുടെ സ്റ്റേറ്റിലെ നൈറ്റ് പെട്രോളിംഗ് ഒന്ന് സ്ട്രോങ് ആക്കണം, പ്രത്യേകിച്ച് ഇന്ന് രാത്രി. He's out there. Hey, mister. Hey. ഗുഡ് മോർണിംഗ് സർ. സാർ എവിടെ? ഇതാ അവിടെയാണ് സാർ. ആ കള്ളുകൂടി ഞങ്ങൾ എത്തിയില്ലേ? ഇല്ല സർ, വണ്ടി വിട്ടിട്ടുണ്ട്. വാട്ട് അബൌട്ട് മീഡിയ? ഇതുവരെ ആരെയും കണ്ടില്ല സർ. അറിഞ്ഞു വരുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. ആരാദ്യം ബോഡി കണ്ടത്? PC സോമശേഖരനാണ് സർ. അയാളെ വിളിക്കും. സർ, പരോളിലിറങ്ങി മുങ്ങിയ പ്രതിയുടെ ഭാര്യയെ പിന്തുടരുകയായിരുന്നു അയാൾ. തന്നെയൊക്കെ ആരോട് പോലീസ് എടുത്തത്? അയാൾ അപ്പം തന്നെ ഫോളോ ചെയ്യണ്ടേ? ഞങ്ങൾ ദൂരെ വരയ്ക്കണ്ട ഉടനെ. അല്ല സർ, അയാൾ ആരാണെന്ന് മനസ്സിലായത് തന്നെ ബോഡി കണ്ടപ്പോഴാണ്. തിരികെ വന്നപ്പോൾ അയാൾ പോയി കഴിഞ്ഞിരുന്നു. ഓ പിന്നെ തന്നെ കാത്ത അയാളെ നിൽക്കല്ലേ അവിടെ? എടോ അയാളെ കണ്ട തിരിച്ചറിയാൻ സാധിക്കുമോ? അയാളുടെ മുഖം ഓർമ്മയുണ്ടോ? ഇല്ല സർ, നല്ല ഇരുട്ടായിരുന്നു. പിന്നെ അയാളൊരു കറുത്ത കോട്ട് പോലെ എന്തോ. ഹലോ സർ, ഞാൻ സ്പോട്ടിലെത്തിയിട്ട് 6 മണിക്കൂറായി സർ. അറിയില്ല സർ, രാവിലെ തന്നെ കള്ളും കുടിച്ചുകൊണ്ട് ഇവിടെ.
എവിടെയായിട്ടാ വണ്ടി കണ്ടത്? അപ്പുറത്തെ വശത്താണ് സാർ. ഓക്കെ സാർ. ഇല്ല സാർ, പത്രക്കാരുമില്ല. ഇവിടുത്തെ ഫോർമാലിറ്റീസ് ഏതാണ്ട് തീരാറായി. ഓക്കെ സാർ, വരാം സാർ. സുരേഷ്, സാർ എന്താ സാർ? മേക്ക് ഇറ്റ് ഫാസ്റ്റ്. സാർ. ഞാൻ IG ഓഫീസർ ഒന്ന് പോയിട്ട് വരാം. സാർ. ഓക്കെ സാർ. ഇവിടെയാണ് സാർ. ഏത് വണ്ടിയാണെന്ന് പറയാൻ സാധിക്കും? അല്ല സാർ, അത് ഒന്ന് റിക്കളക്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്ക്. സാർ ഒരു ജീപ്പാണെന്ന് തോന്നുന്നു. പക്ഷെ പിറകിൽ പടുതയല്ല, ബോഡി കെട്ടിയതായിരുന്നു. വണ്ടിയുടെ കളർ എന്തായിരുന്നു? അത് സാർ ഇരുട്ടായിരുന്നുകൊണ്ട്